ഓക്കെ സാർ. ഡീലിംഗ് ആൾ നിങ്ങള് പിന്നെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് പ്രശ്നമൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് മൈക്ക് ഓൺ ആക്കി പോയിരിക്കും, അവർക്ക് നന്നാവാതായിരിക്കും. പ്രത്യേകിച്ച് ടീച്ചേഴ്സ് ആണ് കൂടുതൽ ഉണ്ടാവുക. നമ്മൾ ഈ സമയത്ത് കുറെ എന്താണ് പിന്നെ വൺ വേ കമ്മ്യൂണിക്കേഷൻ UGC 2017 ചോദിച്ചൊരു ചോദ്യമാണ്. ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ എങ്ങനെ ആയിരിക്കണം? അതിലുണ്ട് എന്താണ് വൺ വേ, ഇന്റർപേഴ്സണൽ, പിന്നെ മാസ് കമ്മ്യൂണിക്കേഷൻ. അതിൽ ഉത്തരം UGC കൊടുത്തത് റെസിപ്രോക്കൽ കമ്മ്യൂണിക്കേഷൻ. റെസിപ്രോക്കൽ കമ്മ്യൂണിക്കേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ നമുക്ക് ക്ലാസ് അങ്ങനെ അറിയാം, നന്നാവാതായിരിക്കും. നമ്മൾ പഠിച്ച സിലബസിലെ കണ്ടന്റുകളൊന്നും അല്ല വരിക, അല്ലെങ്കിൽ നമ്മൾ എന്താണ് അതിന്റെ തിയറിയുടെ മീനിങ് ഒന്നല്ല അധികം ക്വസ്റ്റ്യൻസിൽ വരിക. അധികം വരിക അതിന്റെ ഒരു പ്രാക്ടിക്കൽ. അപ്പൊ ഒരു ഡിസ്കഷനിലൂടെ പോയ കുട്ടികൾ നന്നാവും തോന്നുന്നു. ഞാൻ ഇതില് കഴിഞ്ഞ HSSTയിലെ സിലബസ്, അതേപോലെ നിങ്ങളെ സിലബസിന്റെ പാർട്ടിന്റെ ഇതുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് പറയാം. സിലബസ് ഞാൻ നോക്കുന്നത് കാണുന്നില്ല. പക്ഷേ ഇതില് എല്ലാരും ഒരു കോമൺ സബ്ജക്റ്റ് ആരാണോ ഒന്ന് പറഞ്ഞതൊന്നാവും? ആരെങ്കിലും ഒരാൾ പറഞ്ഞോ? ഇതില് ഈ നമ്മള് ജനറൽ പാർട്ടിന്റെ ആ ഒരു ഏരിയ നിന്നാണ് ഡിസ്കസ് ചെയ്തത്. ഇപ്പോ സാർ ഇന്നലെ പറഞ്ഞപ്പോ ഒന്ന് രണ്ട് കാര്യം പറയാനുള്ളത്, ഈ HSSTയിലൊക്കെ നമ്മളെ ഈ ഒരു ഏരിയ PSCക്കൊക്കെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഏരിയ നല്ല നമ്മൾ ട്രാപ്പിലാക്കുന്ന സാധനം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാറ്, കുറച്ചെന്തെങ്കിലും വായിച്ചു പോയിട്ട് പകുതി അറിയും, എന്നിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ട് നെഗറ്റീവ് മാർക്ക് കൂട്ടും. സബ്ജക്റ്റിലൊക്കെ കുറച്ച് മാർക്ക് ഉണ്ടാക്കിണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഏരിയയിൽ എന്റെ ഒപ്പീനിയൻ ആണ് ഉറപ്പുള്ള മാത്രം ഇത്ര ഏരിയയാണ്. ഈ ഏരിയ മീൻസ് ഇതില് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ കുറെ സാധനങ്ങൾ വരും. ടീച്ചിങ് കുറച്ചൊക്കെ മനസ്സിലാവും. സാനിറ്റേഷൻ, കോൺസ്റ്റിറ്റ്യൂഷൻ, സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാം, കുറെ സാധനങ്ങൾ വരും. അപ്പോ ഉറപ്പുള്ള മാത്രം എഴുതിയാൽ നമുക്ക് നെഗറ്റീവ് വരില്ല. പിന്നെ നമ്മുടെ സിലബസിൽ ടീച്ചിങ്, നാച്ചർ ആൻഡ് ഓബ്ജക്ട്സ് ഓഫ് ടീച്ചിങ്, ബേസിക് റിക്വയർമെന്റ്സ്, അതേപോലെ ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ്, പ്രാക്ടീസ് ഓഫ് ടീച്ചിങ്, ഇതൊക്കെയാണ് ഉള്ളത്. മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്, ടീച്ചിങ് എയ്ഡ്, ഇവാലുവേഷൻ സിസ്റ്റം. ഇതില് ഇത് UGC നെറ്റിന്റെ അതേ സിലബസാണ്, സെയിം സിലബസ് കണ്ടന്റ്. അപ്പൊ അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. പിന്നെ സെറ്റിന്റെ സിലബസിൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ കുറച്ചുകൂടെ എന്തുണ്ട്, അതിന്റെ ടീച്ചിങ്ങിന്റെ തിയറീസ്, നമ്മൾ കുറെ തിയറീസ് പഠിക്കുന്നു, സൈക്കോളജിക്കൽ തിയറീസ്. അത് നമ്മുടെ സിലബസിൽ ഇല്ല. മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലും അങ്ങനെ വന്നതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഇതിൽ എന്റെ സബ്ജക്റ്റ് ഒന്നും തോന്നുന്നില്ല ആ സബ്ജക്ട് നമുക്ക് ഇതിലൊന്നും വന്നിട്ടില്ല. അപ്പൊ അതാണ് അതിന്റെ ഒരു സംഭവം നോക്കാനുള്ളത്. അപ്പൊ ഇത് വളരെ സിമ്പിൾ ആണ്, പക്ഷെ നമ്മൾ ചെറിയ ചില ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ പറ്റില്ല. അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഈ നമ്മൾ എക്സാം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത്, കാരണം ഒരുപാട് ആൾക്കാർക്ക് കഴിഞ്ഞ എക്സാമിൽ ഒരുപാട് ആൾക്കാർക്ക് ഈ സബ്ജക്റ്റിൽ സ്കോർ ചെയ്യും, അത് നേരെ എന്ത് ചെയ്യും, ഇവിടെ ഈ ഒരു ഏരിയയിൽ കൊണ്ടുപോയിട്ട് മാർക്ക് നെഗറ്റീവ് ആയിട്ടുണ്ടായിരുന്നു. ഇവിടുന്നുള്ള അപ്രോച്ച് അതാണ്. എനിവേ നിങ്ങൾക്ക് സിലബസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എക്സാമിന് ഡേറ്റ് ഒക്കെ വന്നവരൊക്കെ ഇതിൽ ഉണ്ടാവും തോന്നുന്നു. നമുക്ക് അത് എന്ത് ചെയ്യാം, ഞാനൊരു സ്ലൈഡ് പ്രസന്റ് ചെയ്യാം. ഞാൻ വേറെ സിസ്റ്റം തന്നെ പ്രസന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ഏരിയ ഒന്ന് പേര് കാണുന്നുണ്ടല്ലോ അല്ലെ, നിങ്ങൾ അതൊന്ന് കാണാത്തത് അതിലൊന്ന് ഫിൽ ചെയ്ത് വെച്ചാൽ ഫണ്ടിൽ വന്നു. ഓക്കെ, ഇവിടെ നമ്മള് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡില് ഇതതിന്റെ ഒരു വൈഡർ സിലബസ്, നെറ്റിന്റെ സിലബസ് സെയിം സാധനമാണ്. ഇതാണ് നെറ്റിന്റെ സിലബസ്. ടീച്ചിങ്, കോൺസെപ്റ്റ്, ഒബ്ജക്റ്റീവ്, ലേണർ, ഇതാണ് അതിൽ രണ്ടാമത്തെ പോയിന്റ്. ഇതിന്റെ ഡീറ്റെയിൽ സാധനങ്ങൾ, പിന്നെ ടീച്ചിങ്ങിനുമായി ബന്ധപ്പെട്ട ഫാക്ടേഴ്സ് എന്താണ്, മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്, മൂഡ്, അത്തരം സ്വയം ഇത്തരം സംഭവങ്ങൾ ഇതിലില്ല. അത് ആ ഒരു ഓൺലൈൻ ഓഫ്ലൈൻ അത്തരം സംഭവങ്ങളൊന്നുമില്ല. പിന്നെ നേരെ എന്താണ് ടീച്ചിങ് സപ്പോർട്ട് സിസ്റ്റം, ഇവാലുവേഷൻ, ഈ രണ്ട് സംഭവം. അപ്പൊ നമ്മള് നിങ്ങളെ സിലബസിലും നെറ്റിന്റെ സിലബസിലും കണ്ടന്റ് സെയിം ആണ്. ഇത് നെറ്റിന്റെ വൈഡ് സിലബസ്. ഓക്കെ, ഞാനപ്പോ ഇതില് കൂടുതലും പ്രീവിയസ് ക്വസ്റ്റ്യന്റെ ഒരു അനാലിസിന്റെ ബേസിലാണ് പറയാൻ ഉദ്ദേശിച്ചത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ നമ്മുടെ HSSTയുടെ കുറച്ച് ക്വസ്റ്റ്യൻ നമുക്ക് അവൈലബിൾ ആവുള്ളൂ. പിന്നെ ഈ സിലബസിന്റെ ബേസിൽ നടന്ന എക്സാം എന്ന് പറഞ്ഞാൽ നമ്മുടെ നെറ്റ് എക്സാം ആണ്. ഓക്കെ, അപ്പൊ ഇന്ന് ഞാൻ അതിന്റെ ആംഗിൾ കുറച്ച് കാര്യങ്ങൾ പറയാം. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ HSSTക്ക് ചോദിച്ചുണ്ട്, അത് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇവിടെ ഈ ഒരു ഇതിന്റെ ബേസിക് ക്വസ്റ്റ്യൻ ഇതാണ്. ഇത് UGC ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഈ കൊട്ടേഷൻ രണ്ടാമത് സ്വാമി വിവേകാനന്ദന്റെ B.Ed പഠിച്ച എല്ലാ ആൾക്കാരും പഠിക്കുന്ന സാധനം. ഞാനൊരു ഇൻട്രൊഡക്ഷൻ പറയുന്ന മുമ്പ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുള്ളൂ. എഡ്യൂക്കേഷൻ ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് പെർഫെക്ഷൻ ആൾറെഡി ഇൻ മാൻ. ഇത് സ്വാമി വിവേകാനന്ദന്റെ കൊട്ടേഷൻ ആണോ അല്ലേ? 4 ഓപ്ഷൻ. അതിന് കൂടെ ഉണ്ടായിരുന്ന ഓപ്ഷന് ശ്രീ അരബിന്ദോ, രവീന്ദ്രനാഥ് ടാഗോർ, ഗാന്ധി, ഇവരായിരുന്നു ഉണ്ടായിരുന്നത്. അതില് ഗാന്ധിജിയുടെ കൊട്ടേഷൻ ഇതേപോലെ വളരെ ഇമ്പോർട്ടൻറ്റ്. അപ്പൊ നമ്മളിവിടെ ഈ കൊട്ടേഷൻ ഫുള്ള് പഠിക്കൊന്നും വേണ്ട. B.Ed പഠിച്ചാൽ ഇത് മൈൻഡ് ഉണ്ടാവും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, ബൈ എഡ്യൂക്കേഷൻ ഐ മീൻ, ഇങ്ങനെ തുടങ്ങുന്ന കൊട്ടേഷൻ വന്നത് ഗാന്ധി എന്ന് മനസ്സിലാക്കി. ബൈ എഡ്യൂക്കേഷൻ ഐ മീൻ. പിന്നെ ബാക്കി അതിന്റെ മീനിങ് ഒക്കെ നമ്മൾ മനസ്സിലാക്കി പോകാനുള്ള സാധനം. ഇവിടെ നമുക്ക് സിലബസിൽ നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട് നാച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ്
ടീച്ചിങ്. ഇതാണ് ഫസ്റ്റ് ടോപ്പിക്. ഇവിടെ നമ്മൾ ഒരുപാട് പോയിന്റുകൾ ഇങ്ങനെ ജസ്റ്റ് കണ്ടപ്പോ, പക്ഷെ ഈ പോയിന്റ് കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതൊന്ന് ജസ്റ്റ് ചില പോയിന്റുകൾ എന്ത് ചെയ്യണം, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പൊ ടീച്ചിങ് അല്ലെങ്കിൽ ടീച്ചർ ഒരു എമ്പതി ആണോ സിമ്പതി ആണോ ടീച്ചർക്ക് വേണ്ടത്, ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നിങ്ങൾ പറയും ടീച്ചർക്ക് വേണ്ടത് എമ്പതി ആണോ സിമ്പതി ആണോ? എമ്പതി ആണ് അല്ലെ. അപ്പൊ ഇത് ഈ ഒരു ചോദ്യം, ഈ ഒരു പോയിന്റ് വെച്ചിട്ട് 2017 ഒരു ക്വസ്റ്റ്യൻ, 16 ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടത് എങ്ങനെയാണ്, ഒരു ക്ലാസ് റൂമില് കണ്ടന്റിലൂടെ പോരാ, ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പറഞ്ഞിട്ട് പോയിട്ടാണ്. ക്ലാസ് റൂമിൽ വിഷ്വലി ചലഞ്ചഡ് ആയ ഒരു കുട്ടിയുണ്ട്, ബാക്കിയൊക്കെ നോർമൽ സ്റ്റുഡൻസ് ആണ്. അപ്പൊ നിങ്ങൾ എങ്ങനെ ഈ കുട്ടിയെ ട്രീറ്റ് ചെയ്യും? ഈ കുട്ടിക്ക് എന്താ, അതായത് വിഷ്വലി ചലഞ്ചഡ് സ്റ്റുഡന്റ് അലോങ് വിത്ത് നോർമൽ സ്റ്റുഡന്റ്, ഹൗ വിൽ യു ട്രീറ്റ് എന്നാണ് ചോദിച്ചത്. നിങ്ങൾ എന്താ ചെയ്യുക, 4 ഓപ്ഷൻ അതിലുണ്ട്. ആ കുട്ടിയുടെ വിധി അതാണ്, അത് നമ്മളത് ടീച്ചറൊന്നും ചെയ്യാനില്ല. ഒന്ന്, കുട്ടിക്ക് സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കൂല, കാരണം വെച്ചാൽ അത് ബാക്കിയുള്ള കുട്ടികളെ ബാധിക്കും. ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ പറയും എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ അതിന്, എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ ഒരു കുട്ടി ക്ലാസ്സിലുണ്ടെങ്കിൽ സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കണം. അവിടെ ഒരു ഒബ്ജക്ഷൻ ഉണ്ട്. സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കുമ്പോൾ ബാക്കി കുട്ടികളെ അത് ബാധിക്കുമോ? ബാക്കി കുട്ടികളെ ബാധിക്കാത്ത രീതിയിൽ സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കണം. ഒരു എന്താണ് മാക്സിമം പോസിബിൾ ആയ അത്ര കാര്യങ്ങൾ എന്ത് ചെയ്യുക, ആ കുട്ടിയെ കെയർ ചെയ്യും. ദെൻ ആ കുട്ടിയെ ഫ്രണ്ടിലാണോ ബാക്കിലാണോ ഇരുന്നത്? ഫ്രണ്ടിലാണ് മാക്സിമം എഴുതാൻ ശ്രമിക്കുന്നത് അല്ലെ. ഇതായിരുന്നു അതിന്റെ ഉത്തരം. നിങ്ങൾ പറഞ്ഞ ടീച്ചർ പറഞ്ഞ ഉത്തരമാണ് കറക്റ്റ് ആയിട്ട് വന്നിരുന്നത്. അപ്പോ ചില ഓപ്ഷനിൽ എല്ലാം നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. കുട്ടിയുടെ വിധിയാണ്, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. നമുക്കൊന്നും ചെയ്യൂല, കാരണം നമ്മൾ അത്ര ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, ഒരു കുട്ടി അങ്ങനെ ശ്രദ്ധിച്ച് ബാക്കി കുട്ടികളെ ബാധിക്കില്ല. റിയൽ ലൈഫ് ഇത്തരം ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ടീച്ചർ സ്റ്റുഡന്റിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുന്ന ഉത്തരമായിരിക്കും മിക്കവാറും ശരിയാക്കുക. ചില ഉത്തരം കൺഫ്യൂഷൻ സ്റ്റുഡൻസ് പാർട്ട്, അപ്പൊ നമുക്ക് കിട്ടുന്ന ഉത്തരം ശരിയായിരിക്കും. എനിവേ, അപ്പൊ അതിലെ കുറച്ച് കോൺസെപ്റ്റുകൾ ഞാൻ ലിസ്റ്റ് ചെയ്യുന്ന പോയിന്റുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ആംഗിളാണ് എന്ത് ചെയ്യുന്നതിനെ കാണുക. ഈ പോയിന്റ് ഡയറക്റ്റ് അല്ല ചോദിക്കുക, നേരെ മറ്റേ ഇതുപോലുള്ള പ്രാക്ടിക്കൽ, പ്രത്യേകിച്ച് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ പ്രാക്ടിക്കൽ കാര്യങ്ങളാണ് ചോദിക്കുക. നമ്മൾ ഓരോന്നിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടുതൽ എടുത്തത് കുറച്ച് ഐഡിയ കിട്ടും. ഇറ്റ് ഇസ് ടീച്ചിങ് എന്താണ്, ഇറ്റ് ഇസ് എ പ്രൊവിഷൻ ഫോർ ഡിസൈറബിൾ ഇൻഫർമേഷൻ. ഇത് നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്, അല്ലെങ്കിൽ ഒരു പ്രൊവിഷൻ ആണ് ടീച്ചിങ്. ലേണിംഗിന് കാരണമാകുന്ന ടീച്ചിങ് ആണ്. ഇതിന് എഫിഷ്യന്റ് പ്ലാനിങ്, ടീച്ചിങ് പ്ലാൻ ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഇതൊക്കെ ജസ്റ്റ് പോയിന്റ് മാത്രം പറഞ്ഞു, ഇവിടെ ഇൻട്രൊഡക്ഷൻ ആയത് പറഞ്ഞു പോകട്ടോ. ടീച്ചിങ് എഫിഷ്യന്റ് പ്ലാനിങ്, നമുക്കറിയാം ടീച്ചിങ് പ്ലാൻ ഉണ്ടാക്കുന്നത് BEd കഴിഞ്ഞ ആളുകളായിരിക്കും. അതുകൊണ്ട് സെലക്റ്റീവ് ആക്ടിവിറ്റിയാണ്. കാരണം എന്താ, ഇതൊരു ആർട്ടുമാണ്, ടീച്ചിങ് ഒരു ആർട്ടുമാണ്, പ്രൊഫഷനുമാണ്, അതേപോലെ സയന്റിഫിക് പ്രോസസ്സുകളുണ്ട്. ഇതൊരു ആർട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ആർട്ടിന് സ്പെസിഫിക് സ്കിൽ ഉണ്ടായിരിക്കും. പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്താ, അതിലൊരു പർട്ടിക്കുലർ എക്സ്പീരിയൻസും പർട്ടിക്കുലർ കോഡ് ഓഫ് കണ്ടക്ട്, ടീച്ചർ ഇങ്ങനെയൊക്കെയാണ് ബിഹേവ് ചെയ്യുന്നത്. ഇതൊരു സയൻസ് ആണെന്ന് പറയാൻ കാരണം ഈ സെലക്ട് പോലെ 3 പോയിന്റ് വരെ സയൻസ് പറയുന്നത് എന്താ, ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ്. സയൻസിന്റെ പ്രത്യേകത സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സിസ്റ്റമാറ്റിക് അപ്രോച്ച് ഉണ്ടാവുന്നത്. സിസ്റ്റമാറ്റിക് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ആണ് എന്ത്, ടീച്ചിങ്. അപ്പൊ ഈ ഒരു ആംഗിൾ നമ്മൾ ഇങ്ങനെ എടുക്കാൻ പറ്റും. ഈ ഒരു സെലക്ട് എന്ന് പറയുന്ന പ്രോസസ്, പ്രൊഫഷൻ, ആർട്ട് ആൻഡ് സയൻസ്. അപ്പൊ അതാണ് അതിന് പറയും എമ്പതറ്റിക്. ഞാൻ പറഞ്ഞല്ലോ, വി ആർ തിങ്കിങ് ഫ്രം ദ പാർട്ട് ഓഫ് സ്റ്റുഡന്റ്. സിമ്പതി അല്ലല്ലോ ഇന്ന് നമുക്ക് വേണം. സോ എമ്പതറ്റിക് എന്നുള്ള പോയിന്റാണ് ഉദ്ദേശിക്കുന്നത്. കോപ്പറേറ്റീവ് മീൻസ് എന്താ, സ്റ്റുഡൻസിന്റെ പാർട്ടിൽ നിന്നുള്ള കോപ്പറേഷൻ ടീച്ചർ. ഇത് വെച്ചിട്ട് ഞാൻ ക്വസ്റ്റ്യൻസ് കാണിച്ചു തരാം. എന്തിനാ ഈ പോയിന്റ് ഒക്കെ പറഞ്ഞു തോന്നുന്നു. ലേണിംഗ് അല്ലെങ്കിൽ ടീച്ചിങ് കോപ്പറേറ്റീവ് ആക്ടിവിറ്റി ആണ്, അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. ലേണിംഗ് ഓർഗനൈസ് ഡെമോക്രാറ്റിക് ആണ്. ഇതിൽ എന്താ പറയാനുള്ളത്, ജനാധിപത്യ രീതിയാണെന്നുള്ളതാണ്. ഡെമോക്രാറ്റിക് ഹിയർ മീൻസ് പാർട്ടിസിപ്പേഷൻ ഫ്രം ദ പാർട്ട് ഓഫ് സ്റ്റുഡന്റ്. ടീച്ചിങ് ഡെമോക്രാറ്റിക് നമ്മൾ we will consider every student as in equal. ഈക്വൽ ആയിട്ട് കാണുന്നത് മാത്രമല്ല, പാർട്ടിസിപ്പേഷൻ ടീച്ചേഴ്സിന്റെ അതേപോലെ സ്റ്റുഡന്റിന് പാർട്ടിസിപ്പേഷൻ. നമ്മളതാണല്ലോ പുതിയ മെത്തഡോളജിയിൽ എന്താ പറയുന്നത്, സ്റ്റുഡൻസിന്റെ ഫോം എങ്ങനെയാണ്, ക്ലാസ് റൂം സർക്കിളാണ്. ഈ സർക്കിൾ എന്താണ്, ടീച്ചറുടെ പൊസിഷൻ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് മാത്രമേ, ഒരു ഡൊമിനൻസ് പൊസിഷൻ ടീച്ചർക്കില്ല. ഇമ്പോർട്ടന്റ് ഫാക്ടർ, ഇമ്പോർട്ടന്റ് വേരിയബിൾ ഇൻ സ്കൂൾ ഇസ് സ്റ്റുഡന്റ്. ഇങ്ങനെ നോക്കുമ്പോൾ ഡെമോക്രാറ്റിക് ഈക്വാലിറ്റി എന്നുള്ള കോൺസെപ്റ്റ്, അതേപോലെ എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ ഉറപ്പ്, ഇതെല്ലാം ഡെമോക്രാറ്റിക് പ്രോസസ്സിന്റെ ഭാഗമായിട്ടുണ്ട്. പ്രോഗ്രസീവ് ആണ് ടീച്ചിങ്, ഇമോഷണൽ സ്റ്റെബിലിറ്റി ആൻഡ് ഡയഗ്നോസ്റ്റിക് ആൻഡ് റെമഡിയൽ ആണ്. എന്ന് പറഞ്ഞാൽ എന്താ, ഡയഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ, റിസർച്ച് നമ്മൾ പറയാൻ ഡയഗ്നോസ്റ്റിക് റിസർച്ച്. ഡയഗ്നോസ്റ്റിക് റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താ, ഡയഗ്നോസ്റ്റിക് പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിന്റെ കോസ് ആൻഡ് സൊല്യൂഷൻ നമ്മൾ എന്ത് ചെയ്യും, അതിൽ കണ്ടെത്തും. അതിന്റെ റെമഡിയൽ ടീച്ചിങ്, റീടീച്ചിങ്, ഡയഗ്നോസ്റ്റിക് വാലിഡിറ്റി. ഡയഗ്നോസ്റ്റിക് റിസർച്ച് പറഞ്ഞാൽ എന്താ അറിയോ, ദ റിസർച്ചർ ഈസ് ട്രൈങ് ടു ഫൈൻഡ് ഓർ ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് what is happening, why it is happening and what can be done. എന്താണ്, എങ്ങനെയാണ് ഈ
എന്താ ചെയ്യാൻ പറ്റും? നമ്മൾ ഡോക്ടർക്ക് പോകുമ്പോൾ ഡോക്ടർ ഡയഗ്നോസ് ചെയ്യും എന്താണ് എന്റെ ശരീരത്തിലെ പ്രശ്നം, ഇതെന്തുകൊണ്ടാണ്, ഇനി എന്താ ചെയ്യാൻ പറ്റുക. ദിസ് ഇസ് ദ മെഡിസിൻ. പോസിബിൾ കോസും ഇത്രേ ഉള്ളൂ, ഒരു കാരണവും അതിന്റെ പോസിബിൾ സൊല്യൂഷൻ ടീച്ചർ കൊടുക്കുന്നത്. കോസ് ആൻഡ് സൊല്യൂഷൻ. സോ ടീച്ചിങ് ഇതിന്റെ ഒക്കെ എന്താണ്, എൻവയോൺമെന്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്, ഇതെല്ലാം എന്താണ് ടീച്ചിങ്ങിന്റെ. ഞാൻ ഇതൊരു സ്പീഡ് പറയുന്നത് കുറച്ച് എല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്തോളം വരും, കുറെ നമുക്ക് മനസ്സിലാവും. എല്ലാവരും മാസ്റ്റർ ഗ്രാജുവേറ്റ് ആണ്, ടീച്ചിങ് കഴിഞ്ഞ ബി.എഡ് കഴിഞ്ഞ ആളുകൾ. ആക്ഷൻ ആണ് പ്രൊഫഷണൽ ആയി. ഞാൻ പ്രൊഫഷണൽ പറഞ്ഞു, സ്പെഷ്യലൈസ്ഡ് ടാസ്ക് ആണ്, ഇന്ററാക്റ്റീവ് പ്രോസസ് ആണ്. ബെസ്റ്റ് ടീച്ചർ, ഗുഡ് ടീച്ചർ ഇസ് എ ഗുഡ് കമ്മ്യൂണിക്കേറ്റർ. ഓക്കെ, കളക്ഷൻ ഓഫ് വേരിയസ് മോഡ്സ്, സയൻസും ആർട്ടും പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞത് കേട്ടോ. സിസ്റ്റമാറ്റിക് പ്രോസസ് പറഞ്ഞല്ലേ, അതിന്റെ മീനിങ് മാത്രമല്ല, നമ്മൾ ഇപ്പോ 1ാം ക്ലാസ് പഠിപ്പിക്കേണ്ടതാണ് 1ാം ക്ലാസ് പഠിപ്പിക്കുന്നത്, അത് 2ലെത്തുന്നത് മാറുന്നു. സിസ്റ്റമാറ്റിക് ആയിട്ട് ഇങ്ങനെ ഗ്രാജുവലി സിമ്പിൾ ടു കോംപ്ലക്സ് അല്ലെ, സിമ്പിൾ ടു കോംപ്ലക്സ്, ഈ ഒരു ഫ്ലോ തന്നെയാണ് ഇത് പോകുന്നത്. ഇറ്റ് ഈസ് എ സയൻസ് ആസ് വെൽ ആസ് ആർട്ട് എന്ന് പറയും. ഞാൻ ഈ ഒരു ടോപ്പിക് കൂടെ വേണ്ട നേരെ ക്വസ്റ്റ്യൻ പോകും. ടീച്ചിങ് ഒബ്ജക്റ്റീവ്സ് എന്താ? ടീച്ചിങ്ങിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ ബേസിക് ഒബ്ജക്റ്റീവ് എന്താ? എന്തിനാ നമ്മൾ പഠിപ്പിക്കുന്നത്? എന്താണ് എല്ലാവരും പോയത്? ടീച്ചിങ് ഒബ്ജക്റ്റീവ് എന്താ? ലേണിംഗ് അല്ലേ, ബിഹേവിയർ മോഡിഫിക്കേഷൻ. യെസ്, നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന ആദ്യത്തെ 4 ഈ റെഡ് കളറിലുള്ള ഈ 4 പോയിന്റാണ് ടീച്ചിങ്ങിന്റെ മെയിൻ പോയിന്റ്. നമുക്ക് ചിലപ്പോൾ പരീക്ഷയ്ക്ക് എല്ലാം കറക്റ്റ് ആൻസർ ആയിട്ട് തരും, പക്ഷെ അതിൽ ബെസ്റ്റ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം, സ്റ്റുഡൻസിൽ ഒരു ഡിസൈഡ് ചേഞ്ചസ് ഉണ്ടാക്കുക എന്നുള്ളത്. ബിഹേവിയർ ആൻഡ് കണ്ടക്ട്, അതായത് ഇപ്പൊ നേരത്തെ സലിം സാർ പറഞ്ഞ പോലെ ബിഹേവിയർ മോഡിഫിക്കേഷൻ. സിമ്പിൾ ആയിട്ട് പറയുന്നത് ബിഹേവിയറൽ മോഡിഫിക്കേഷൻ, സ്റ്റുഡൻസിൽ ബിഹേവിയറൽ മോഡിഫിക്കേഷൻ ഓഫ് സ്റ്റുഡൻസ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൽ പോയിന്റ്. ദെൻ നോളജ് ഇമ്പാർട്ട് ചെയ്യുന്നത് നമ്മുടെ ടീച്ചേഴ്സിന്റെ ഡ്യൂട്ടിയാണ്. അതേപോലെ ടീച്ചിങ് എന്ന് പറയുന്നതിന്റെ ഒബ്ജക്റ്റീവ്. അതിൽ കരിക്കുലർ അല്ലെങ്കിൽ സിലബസിൽ പറയുന്നത് കണ്ടത് ആ ഡെവലപ്പ് സ്കിൽസ് ഓഫ് സ്റ്റുഡൻസ്, അത് എന്താണോ ഓരോ ഏരിയ. സോ ഈ 4 പോയിന്റ് എന്തായിരിക്കും നമ്മുടെ ഫോക്കസ്. പിന്നെ ഒരുപാട് ഒബ്ജക്റ്റീവ്സ് ഉള്ളതാണ്. ഫോർമേഷൻ ഓഫ് ബിലീഫ്, പ്രൊവൈഡ് സോഷ്യൽ ആൻഡ് എഫിഷ്യന്റ് മെമ്പർ ഓഫ് സൊസൈറ്റി. അത് ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്നില്ല കേട്ടോ. ഹെൽപ്പിംഗ് ദ പീപ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ റിയാലിറ്റീസ് പ്രോപ്പർലി ആൻഡ് മേ അഡ്ജസ്റ്റ് ഇൻ എ better way, then enabling students to establish contact with truth. ശരി മനസ്സിൽ അത് ടീച്ചിങ്ങിൽ ഏറ്റവും എന്താണ് റിയാലിറ്റി, എന്താണ് ശരി. then make the people best worker, best leader to the society. ഇവിടെ help the student to acquire new experience and way of work. ഈ പോയിന്റിൽ ഇതിലെ ക്വസ്റ്റ്യൻ വെച്ച് പറയുമ്പോൾ സംഗതി മനസ്സിലാവുന്നു. ഈ 2 പോയിന്റ് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാം, ഇതിലെ കുറച്ച് ഇത്ര ബേസിക് സാധനം പറയാനുള്ളത്. ഒബ്ജക്റ്റീവ് നാച്ചുറൽ ഇതിലങ്ങനെ ക്വസ്റ്റ്യൻ വന്ന് നോക്കാം. ബേസിക് റിക്വയർമെന്റ് അതൊക്കെ ഒരു മിനിറ്റ്. ഞാൻ വേറൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ കുറച്ചത് കണ്ടോ, ഞാൻ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങളാണ് മൈക്ക് എല്ലാവരും ഓണാക്കി നിങ്ങൾ ആൻസർ ചെയ്യുക. ഇത് എന്നിട്ട് നമുക്ക് ഒരു 10 മിനിറ്റ് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് മുന്നേ ടോപ്പിക്. ഇഫ് യു ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി ടീച്ചർ നേരത്തെ പറഞ്ഞ സാധനം, ഇതിലെ 3 ഓപ്ഷനും നെഗറ്റീവ് ആണ് ആൻസർ. നമുക്ക് നോട്ട് ഗിവിംഗ് എക്സ്ട്രാ അറ്റൻഷൻ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ആണ് അല്ലേ. നോട്ട് ഗിവിംഗ് എക്സ്ട്രാ അറ്റൻഷൻ പിന്നെ മുമ്പ് ചോദിച്ചതാണോ. ഇത് ടേക്ക് കെയർ ഓഫ് ഹിംസെൽഫ് സിമ്പതറ്റിക്കലി എന്ന് പറയുമ്പോൾ അത് നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സിമ്പതി പാടില്ല കുട്ടികളല്ലേ, സിമ്പതി വേണ്ടത് എന്ത് തിങ്ക് ദാറ്റ് ബ്ലൈൻഡ്നെസ് അവന്റെ വിദ്യാർത്ഥി വരും. ദീസ് ദ ആൻസർ ടീച്ചർ പറഞ്ഞു. ഇൻ ഫ്രണ്ട് ഓഫ് ഡി അല്ലേ, അതെ ഡി. ഓപ്ഷൻ ഡി ഇസ് ആൻസർ. ഓക്കെ, ആ പോയിന്റ് നമ്മൾ പറഞ്ഞു. ഇതെന്താ വളരെ സിമ്പിൾ പറ്റില്ല. ഇറ്റ് ഇസ് നോട്ട് എ ഫീച്ചർ ഓഫ് ഗുഡ് അച്ചീവ്മെന്റ് ടെസ്റ്റ്. നമ്മൾ പറഞ്ഞില്ലേ, അത് പറയാം. റിലയബിൾ ആയിരിക്കണം, ഒബ്ജക്ടിവിറ്റി ഉണ്ടായിരിക്കും, വാലിഡ് ആയിരിക്കും. പക്ഷെ ആംബിഗിറ്റി മീൻസ് ക്ലിയർ അല്ലാത്ത അവസ്ഥ. ഓക്കെ, ചെയ്യല്ലേ. ടീച്ചിങ് എയ്ഡ് നമ്മൾ പറഞ്ഞിട്ടില്ലേ, എന്നാൽ നിങ്ങളൊന്ന് പറയും, ഇത് നമുക്ക് അറിയണമല്ലോ. നോട്ട് എ ടീച്ചിങ് പ്രൊജക്റ്റഡ് ചെയ്യുന്നുണ്ടോ ടീച്ചിങ് അല്ല. ടീച്ചിങ് എയ്ഡ് നമുക്ക് 3 ക്ലാസ്സാക്കാം. എന്താ? പ്രൊജക്റ്റഡ് എയ്ഡ്, നോൺ പ്രൊജക്റ്റഡ് എയ്ഡ്, പിന്നെ ആക്ടിവിറ്റി എയ്ഡ് അല്ലെ. ഞാൻ ഇതിന്റെ സ്ക്രീനിൽ പിന്നീട് കാണിക്കാം. ഇത് വേറെ പറയാനുള്ളതാണ്. ആക്ടിവിറ്റിയില് നമ്മള് ടൂർ പോലുള്ള പരിപാടികളൊക്കെ നോൺ പ്രൊജക്റ്റഡ് എയ്ഡില് സംഭവത്തിൽ പ്രൊജക്റ്റഡ് എയ്ഡ്. ഇതിലേതാ? ഓവർഹെഡ് പ്രൊജക്ട്, OHP പ്രൊജക്ടർ ആണ്. സ്ലൈഡ് പ്രൊജക്ടർ എന്താണ് നമ്മൾ പ്രൊജക്ടർ സാധാരണ വായിച്ചതാണ്. ബി ആണോ ഓ ആണോ? അല്ലെ ആര് എന്ന് പറഞ്ഞ് ഓവർഹെഡ് എപ്പിഡിയാസ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഈ ലാബിലൊക്കെ ഉപയോഗിക്കുന്ന കൈൻഡ് ഓഫ് എന്താണ് പ്രൊജക്ടറാണ്. ചെറിയ കാര്യങ്ങളൊക്കെ നോക്കും ലാബുകളിലൊക്കെ യൂസ് ചെയ്യും. സയന്റിഫിക് ലാബിലൊക്കെ യൂസ് ചെയ്യും എപ്പിഡിയാസ്കോപ്പ്. ബ്ലാക്ക് ബോർഡ് ആണ് ഉത്തരം. ബ്ലാക്ക് ബോർഡ് എന്തല്ല, പ്രൊജക്റ്റഡ് എയ്ഡ് അല്ല, നോൺ പ്രൊജക്റ്റഡ് എയ്ഡ്. ബ്ലാക്ക് ബോർഡ്, അതേപോലെ ബോർഡുകളല്ല. ചാർട്ട് ഏതാ? ചാർട്ട് പ്രൊജക്റ്റഡ് ആണ്, നോൺ പ്രൊജക്റ്റഡ് ആണ്? നോൺ പ്രൊജക്റ്റഡ്. ഓക്കെ, നമ്മുടെ പ്രൊജക്റ്റഡ് ആൻഡ് നോൺ പ്രൊജക്റ്റഡ് നമ്മൾ അതെ സ്ലൈഡിൽ വേറെ ക്ലാസ്സിന്റെ ഇതിൽ വരും, അവിടെ പറയാ.
രണ്ടാണ് പ്രൊജക്ടറും നോൺ പ്രൊജക്ടറും. നമ്മൾ ഈ പിന്നെ സ്ലൈഡ് നമ്മൾ സാധാരണ പ്രൊജക്ടർ ഇല്ലേ, പ്രൊജക്ടറിൽ നമ്മൾ ഈ ഇലക്ട്രോണിക് ഡിവൈസ് പോലെ സംഭവം ഉപയോഗിച്ച് നമ്മൾ പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നതെല്ലാം എന്താണ് ടെലിവിഷൻ ഉപയോഗിച്ച് ടെലിവിഷൻ ക്ലാസ് റൂം വെച്ച് അതിലൂടെ കാണിക്കുക. അതേപോലെ ഇങ്ങനത്തെ എക്യുപ്മെന്റ് യൂസ് ചെയ്ത് നമ്മൾ കാണിക്കുന്നതൊക്കെയാണ് പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നത്. നമ്മൾ ബ്ലാക്ക് ബോർഡ് എഴുതിയിട്ട് കാണിക്കുന്നത്, ചാർട്ടിൽ വരച്ച് കാണിക്കുന്നത്, ഇതെല്ലാം എന്താണ് നോൺ പ്രൊജക്റ്റഡ് ഏരിയ. അത് നമ്മൾ അവിടെ ഇപ്പൊ നമ്മൾ ഈ കാണുന്ന സ്ക്രീൻ എന്ന് പറയുന്നത് പ്രൊജക്റ്റഡ് ഏരിയ, പ്രൊജക്ടർ ഉപയോഗിച്ച് ചെയ്യുന്ന സാധനം പോലെ. അത് ഞാൻ അതിനൊരു ഗ്രാഫ് നമുക്ക് മൊത്തം എല്ലാ ഐറ്റം എന്ത് ചെയ്യണം ഡിസ്കസ് ചെയ്യാം. പിന്നെ ബ്ലാക്ക് ബോർഡ് അതല്ല, പിന്നെ അതിന് പുറമെ ആക്ടിവിറ്റി ഞാൻ അത് കാണിക്കാം, ക്വസ്റ്റ്യൻ കാണിക്കാം. ഇവിടെ ഉത്തരം എന്താണ്? അപ്പൊ ബ്ലാക്ക് ബോർഡ് നോൺ പ്രൊജക്റ്റഡ് ഏതാണ്. എല്ലാ ബോർഡും ചാർട്ടുകളൊക്കെ നോൺ പ്രൊജക്റ്റഡ് ഏതാണ്. ബ്ലാക്ക് ബോർഡ് റൈറ്റിംഗ് സ്കില്ലുമായി ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ്. കുറെ ടീച്ചർ ഫോളോയിങ് മെത്തേഡ്. എന്താ ഉത്തരം? ബ്ലാക്ക് ബോർഡ് നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത്? ഫാസ്റ്റ് ആൻഡ് ആസ് ക്ലിയർലി ആസ് പോസിബിൾ. എന്താ ഉത്തരം? എന്താ നിങ്ങൾ അറിയാത്ത കമന്റ് ചെയ്താലും മതി. എന്താണ് ബ്ലാക്ക് ബോർഡ് ഉപയോഗം എന്നാണ് ചോദ്യം. നമ്മൾ എന്ത് ചെയ്യണം? ബ്ലാക്ക് ബോർഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇറ്റ് ഈസ് ഡി തന്നെ. ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ക്ലിയർ ആയിട്ട് എഴുതുക. ഇമ്പോർട്ടന്റ് പോയിന്റ് ചില ആളുകളൊക്കെ ബോർഡില് ഫുള്ള് കാര്യങ്ങൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും എഴുതും. അത് നല്ല ബ്ലാക്ക് ബോർഡ് റൈറ്റിംഗ് സ്കില്ലല്ല. ഓൾറെഡി ഇമ്പോർട്ടന്റ് പോയിന്റ് മാത്രമാണ് എഴുതുന്നത്. ഓക്കെ, പിന്നെ അതും ഒരു ഓർഡറിൽ എഴുതുകയാണ് അല്ലെ, കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഇമ്പോർട്ടന്റ് പോയിന്റ് മാത്രം എഴുതും. ഇതില് ഫസ്റ്റ് തെറ്റാണ്. റൈറ്റിംഗ് ദ മാറ്റർ ഫസ്റ്റ് ആൻഡ് ദെൻ ആസ്കിംഗ് സ്റ്റുഡൻസ് ടു റീഡ് ഇറ്റ്. അതിന്റെ ബുക്കിൽ കാണിച്ചാൽ മതി. ആസ്കിംഗ് ക്വസ്റ്റ്യൻ ടു സ്റ്റുഡൻസ് ആൻഡ് ദെൻ റൈറ്റിംഗ് ആൻസർ സ്റ്റേറ്റഡ് ബൈ ദം. ഇത് ഒരിക്കലും പാടില്ല. എന്താ ബുക്കിൽ പറഞ്ഞ തെറ്റെങ്കിലും സിംപ്ലി ഇമ്പോർട്ടന്റ് പോയിന്റ്. ഒരു ക്വസ്റ്റിന്റെ കാര്യം ടോപ്പിക്കിലേക്ക് പോകാം. എ ടീച്ചർ ക്യാൻ ബി സക്സസ്ഫുൾ ഈ നമ്മൾ എപ്പോഴാണ് ഒരു നല്ല സക്സസ്ഫുൾ ടീച്ചർ എന്ന് പറയാൻ പറ്റുക? ഇതൊരു കൺഫ്യൂസിംഗ് ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കാൻ ശ്രമിക്കും.